ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി പൊങ്കൽ ടു ഓൾ മൈ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഒരു പൊങ്കൽ വീഡിയോ ഒന്ന് നോക്കാം. ഞാൻ എങ്ങനെയാണ് പൊങ്കൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് വീഡിയോയിലൂടെ പോയി നോക്കാം. അപ്പോൾ ഓക്കെ, ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുവൈറ്റിൻപരിപ്പ്, 1.5 കപ്പ് ശർക്കര, പിന്നെ കുറച്ച് കാഷ്നട്ട്, മുന്തിരി, ഒരു 5-6 ഏലക്ക, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഈ 1.5 കപ്പ് പച്ചരി, 1 കപ്പ് പച്ചരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കറക്റ്റ് അളവായിരിക്കും. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറുവൈറ്റിൻ പരിപ്പ് 1/2 കപ്പ് ഒരു 3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ചെറുവൈറ്റിൻ പരിപ്പും പച്ചരിയും കൂടെ വെള്ളത്തിലൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മൾ ഒരു ബൗളിൽ അത് അങ്ങനെ ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുവാണ്. ശർക്കര പാനിക്ക് ഒരു പാത്രം വെച്ചിട്ട് ശർക്കര ഏകദേശം 1 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് ശർക്കര കറക്റ്റ് അളവാണ്. അത് നമ്മൾ ചെറുതായിട്ട് ഉടച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അലുത്ത് വരാൻ വേണ്ടി ലൈറ്റായിട്ട് ചൂടാക്കി കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് അലുത്ത് വന്നാൽ മതി. പാനി രൂപത്തിൽ തിളച്ച് അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ശർക്കര അലുത്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ശർക്കരയിൽ എപ്പോഴും നമുക്ക് മണ്ണും പൊടികളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ ശർക്കര ഇങ്ങനെ അലിയിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ പാനി അരിച്ചാണ് നമ്മൾ ഈ പച്ചരിയും ഇതും വെന്ത് വന്നതിൽ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ആ പൊടി ഇങ്ങനെ മണ്ണ് മാതിരി നമുക്ക് കടിക്കും. അതുകൊണ്ടിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഈ പച്ചരി കുതിരാൻ വെച്ചത് നന്നായിട്ടൊന്ന് വാർത്തെടുത്തതിന് ശേഷം അത് കുക്കറിൽ ഒരു 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പച്ചരി നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെക്കണം. പച്ചരിയും ചെറുവൈറ്റിൻ പരിപ്പും ഒപ്പമാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. അതിന് 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ചെറുവൈറ്റിൻ പരിപ്പുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് 4.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവാണ്. അത് ഒരു 5 വിസിൽ വരണം ഏകദേശം കുക്കറിൽ. 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം അതിൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷം മാത്രം നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്യണം. അത് കറക്റ്റായിട്ട് വെന്തിരിപ്പുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൽ അരിച്ചൊഴിക്കുക. അപ്പോൾ അതിൽ ശർക്കരയിലുള്ള മണ്ണ് ഒന്നും പെടാതെ നല്ല ഇതായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ കാഷ്നട്ട്, മുന്തിരി വന്നിട്ട് നമ്മൾ നെയ്യിൽ വറുത്ത് കോരി വെക്കണം. അത് ഇതിൽ ഇടുക. ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടും മുന്തിരിയും നമ്മൾ നെയ്യിലാണ് വറുത്ത് കോരുന്നത്. ആ നെയ്യ് കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരു 3-4 സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുക. നെയ്യ് അധികമായിട്ട് ഒഴിച്ചാൽ നമുക്ക് ഈ പൊങ്കലിന് വളരെ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിവിടെ കുട്ടികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ നെയ്യ് കുറച്ച് ഒരു 4 സ്പൂണെല്ലാം ഒഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഡയറ്റിങ്ങിലാണ്. വളരെ കഷ്ടപ്പെട്ട് ഇപ്പോൾ 3 കിലോയോളം വെയിറ്റ് കുറച്ച് കൊണ്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വളരെ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. ജസ്റ്റ് കാഷ്നട്ട് മുന്തിരി വറുത്ത് കോരിയെടുക്കുന്ന അതിൻ്റെ ബാലൻസ് വരുന്ന നെയ്യ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ഒരു 4-5 ഏലക്ക കൂടി. ഇതിപ്പോൾ കാഷ്നട്ടൊന്ന് പാതി മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മളടുത്തത് മുന്തിരി ഒന്ന് വറുക്കണം. അതിങ്ങനെ ബലൂൺ മാതിരി വീർത്ത് വന്നതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാവുന്നതാണ്. എന്നിട്ട് ഈ ബാലൻസ് വരുന്ന നെയ്യാണ് ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊങ്കലാണ്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും തമിഴ് ഫങ്ഷൻ എല്ലാം വരുമ്പോൾ ഞങ്ങളങ്ങനെ പൊങ്കൽ, അതുപോലെ ചുണ്ടൽ, അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കുക്കറിൽ തന്നെ. കലത്തിലാണ് നമ്മൾ പൊങ്കൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് അധികം സമയമെടുക്കും. ഇത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അതുമാത്രമല്ല ഇത് ഹെൽത്തി കൂടിയാണ്. നമ്മൾ
നെയ്യ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. നെയ്യ് കുഴപ്പമില്ല, കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് അധികമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഹാപ്പി പൊങ്കൽ ടു ഓൾ മൈ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ മിക്സിങ് ഞാനൊരു തവണ കൂടെ പറയാമേ. നമ്മൾ കുക്കറിൽ ആവി ഫുള്ള് പോയതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ നോക്ക് കറക്റ്റായിട്ട് അത് വെന്തിരിപ്പുണ്ട്. വെള്ളം അധികം ഒന്നും എക്സ്ട്രാ വെള്ളമൊന്നുമില്ല. 4.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവാണ്. അതിനുശേഷം നമ്മൾ ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിക്കണേന്. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഈ അരി വെന്തതെല്ലാം. അപ്പം നന്നായിട്ട് അതൊന്ന് ഉടഞ്ഞു വരും. ശർക്കരപ്പാനിയിൽ നമുക്ക് ഉണ്ടാവും നിറയെ കല്ല് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ അരിച്ചൊഴിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എന്നിട്ടൊരു 3-4 മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഗ്യാസ് കത്തിച്ചിട്ട്. എന്നിട്ട് നമ്മളതിലേക്ക് തന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നെയ്യ് വറുത്തതിൻ്റെ ബാലൻസ് ഇരിക്കുന്ന കാഷ്നട്ട് മുന്തിരിയെല്ലാം വറുത്ത് നെയ്യുടെ ബാലൻസ് അതിലൊഴിച്ച് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യാം ഈ സമയത്ത്. പിന്നെ ഏലക്ക ചതച്ച് വെച്ചത് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കാഷ്നട്ട് മുന്തിരി വറുത്ത് കോരിയത് ഇടുന്നുണ്ട്. പിന്നെ നെയ്യ് നമ്മൾ വറുത്തതിൻ്റെ ബാലൻസുള്ള നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട്. എക്സ്ട്രാ നെയ്യൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ കുട്ടികൾ 2 പേരും ഇല്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമായതുകൊണ്ട് നെയ്യ് ഞാൻ വളരെ കുറച്ച് നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ഇത് പക്ഷേ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. സൂപ്പറായിട്ടുണ്ട്. ഞാനിതിൽ വളരെ കുറച്ച് നെയ്യേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ വേറെ ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ട് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒരു 3 സ്പൂണോ 4 സ്പൂണോ ഒഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.